ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം പൃഥുമഹാരാജാവിൻ്റെ ധർമ്മ തത്വത്തിലുള്ള പ്രഭാഷണം തുടരുകയാണ്. 25-ാമത്തെ ശ്ലോകം. തത് പ്രജാഃ ഭർതൃപിണ്ഡാർത്ഥം സ്വാർത്ഥം ഏവ അനസൂയവഃ സ്വാർത്ഥമേവ അനസൂയവഃ കുരുത അധോക്ഷജ ധിയഃ തർഹി കുരുത അധോക്ഷജ ധിയസ്തർഹി മേ അനുഗ്രഹഃ മേ അനുഗ്രഹഃ കൃതഃ. പ്രജകൾ പാപം ചെയ്താൽ അത് രാജാവിനെ കൂടെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് എന്നോടുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് നിങ്ങളുടെ സ്വധർമാനുഷ്ഠാനത്തിലൂടെയാണ് എന്ന് രാജാവ് പറയുകയാണ്. തത് പ്രജാഃ, അതുകൊണ്ട് അല്ലയോ പ്രജകളെ, ഭർതൃപിണ്ഡാർത്ഥം, ഭർത്താവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പതിയെ പോലെ ഇരിക്കുന്ന എൻ്റെ ഭരണകർത്താവായിട്ടുള്ള എൻ്റെ പിണ്ഡാർത്ഥം എന്ന് പറയുമ്പോൾ പരലോകത്തിലെ ഗുണത്തിനു വേണ്ടിയിട്ട് പ്രജകളും എങ്ങനെ വേണം സ്വധർമ്മം അനുഷ്ഠിക്കാൻ, അനസൂയവഃ, അസൂയ തുടങ്ങിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ, അധോക്ഷജ ധിയഃ, അധോക്ഷജനായിട്ടുള്ള അവനവൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന ഭഗവാൻ വാസുദേവന് അർപ്പിക്കുന്ന മനോഭാവത്തോടു കൂടിയവരായിട്ട്, ധിയഃ എന്നാൽ ആ ബുദ്ധിയോടുകൂടെ, ആ ഭാവനയോടുകൂടെ, സ്വാർത്ഥം, സ്വാർത്ഥം എന്നാൽ അവനവൻ്റെ സ്വധർമ്മം, ആ ധർമ്മത്തെ ഏവ, സ്വാർത്ഥമേവ കുരുത, അത് നിങ്ങൾ അനുഷ്ഠിക്കുവിൻ. നിങ്ങൾ നിങ്ങളുടെ സ്വധർമ്മത്തെ വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ചാൽ മാത്രം മതി, എനിക്കും അതിൻ്റെ അനുഗ്രഹം ലഭിക്കും, പരലോകത്ത് എനിക്ക് അതിൻ്റെ അനുഗ്രഹം ലഭിക്കും, ഒപ്പം അവർക്കും, ആ ചെയ്യുന്നവർക്കും അതിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. തർഹി, അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, മേ അനുഗ്രഹഃ, അനുഗ്രഹം കൃതഃ, അങ്ങനെ ചെയ്യപ്പെട്ടതായിട്ട് ഭവിക്കുന്നതാണ്. എനിക്ക് അനുഗ്രഹത്തെ തരാനായിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കണം. പക്ഷേ അങ്ങനെ പറയുന്നത് രാജാവിൻ്റെ സ്വാർത്ഥത മാത്രമാണെന്ന് വിചാരിക്കരുത്. അവർക്കും അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവനവൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു രാജ്യം മുഴുവൻ സമ്പൽ സമൃദ്ധമാകും, ജനങ്ങൾ സന്തുഷ്ടരാകും, അവരെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ അതിലും സന്തുഷ്ടരാകും. തത്പ്രജാ ഭർതൃപിണ്ഡാർത്ഥം സ്വാർത്ഥമേവ നസൂയവ കുരുതാധോക്ഷജ ധിയസ്തർഹി മേനുഗ്രഹ കൃത. ഇനി പൃഥുമഹാരാജാവ് അവിടെ കൂടിയിട്ടുള്ള പിതൃദേവന്മാരെയും ഋഷിമാരെയും ഒക്കെ ഉദ്ദേശിച്ച് പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞത് ശരിയെങ്കിൽ നിങ്ങൾ അതിന് ഒരു അനുകൂലമായ ഭാവം പ്രകടിപ്പിക്കണം. ഏതെങ്കിലും രീതിയിൽ പറഞ്ഞത് ശരിയാണ് എന്ന് ഇവിടെ കൂടിയ പ്രജകളെ ബോധിപ്പിക്കണം എന്ന് പറയുകയാണ്. 26-ാമത്തെ ശ്ലോകം. യൂയം തത് അനുമോദധ്വം തദനുമോദധ്വം പിതൃദേവർഷയോഃ ദേവർഷയഃ അമലാഃ പിതൃദേവർഷയോ അമലാഃ കർത്തുഃ ശാസ്തുഃ അനുജ്ഞാതുഃ തുല്യം ശാസ്തുരനുജ്ഞാതുസ്തുല്യം യത് പ്രേത്യ തത്ഫലം. അമലാഹ, നിർമ്മലന്മാരായ പിതൃദേവർഷയഃ, ഹേ പിതൃക്കളെ, ദേവന്മാരെ, ഋഷിമാരെ, ഞാൻ ഈ പറഞ്ഞതിനെ, യൂയം നിങ്ങൾ, തത് ഈ പറഞ്ഞതിനെ, അനുമോദധ്വം അനുമോദിച്ചാലും. കാരണം പ്രേത്യ പ്രേതാത്മാവായിട്ട് പരലോകം പൂകിക്കഴിഞ്ഞാൽ യത് ഫലം, അവിടെ എന്ത് ഫലമാണോ നമുക്ക് ലഭിക്കുന്നത്
അങ്ങനെ ഒരു ഫലം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഭൂമിയിലിരിക്കുമ്പോഴാണ്. അങ്ങനെ തത് കർത്തുഹു, അത് ചെയ്യുന്നവനും ഒപ്പം അത് ചെയ്യാൻ ശാസ്തുഹു, പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നവനും പ്രേരിപ്പിക്കുന്നവനും ഒപ്പം അങ്ങനെ ചെയ്തു എന്നതിനാൽ അവനെ, ആ ചെയ്തവനെ അനുജ്ഞാതുഹു, അനുമോദിക്കുന്നവനും തുല്യം, ഒരുപോലെയാണ്. ഇവർക്കെല്ലാവർക്കും ഒരേപോലെ ഭഗവാന്റെ അനുഗ്രഹം ലഭ്യമാകുന്നു. ഇന്ന് പലയിടത്തും മരിച്ചു കഴിഞ്ഞാൽ പിണ്ടം വെക്കുക തുടങ്ങിയ ഈ കാര്യങ്ങളിലൊക്കെ പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്, പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. കാരണം ഒന്ന് സമയമില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ പറയുന്നത്? കാരണം മരിച്ചവർക്ക് പിണ്ടം വെക്കേണ്ടതിൻ്റെ ആവശ്യകത, അതുപോലെ തന്നെ മരണാനന്തരം തങ്ങളുടെ പിതൃക്കളെ, അതായത് അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി, ഇങ്ങനെയുള്ള ആ പരമ്പരയെ ഓർത്തുകൊണ്ട് നമ്മൾ അമാവാസി ദിവസങ്ങളിലോ അല്ലെങ്കിൽ വർഷത്തിൽ അവർ മരിച്ച ദിവസങ്ങളിലോ അവർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നത് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യം പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചെയ്യുന്നത് എത്രമാത്രം വലിയ പാപമാണ് എന്ന് അവർ അറിയുന്നില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണക്കാരാകുന്ന, നമുക്ക് ഈ ശരീരം തരുന്നവരാണ് അച്ഛനും അമ്മയും. ഇനി ആ അച്ഛനും അമ്മയും ഉണ്ടാവാൻ കാരണക്കാരായത് 4 പേരാണ്. അമ്മയുടെ അച്ഛനും അമ്മയും, അച്ഛൻ്റെ അച്ഛനും അമ്മയും. ഇങ്ങനെ അങ്ങോട്ടങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാം ഒരു 10 മടങ്ങായിട്ട് നമ്മൾ അവരെയൊക്കെ ഓർത്തിരിക്കണം. അപ്പോൾ പിതൃക്കളെ മൊത്തമായിട്ട്, നമുക്കറിയാത്ത ഒരുപാട് പേരുണ്ട്, നമ്മുടെ മുൻ തലമുറ, അവരെ മൊത്തമായിട്ട് നമുക്ക് ഓർക്കാം. അതുകൂടാതെ നമുക്ക് ആരെയൊക്കെ പരിചയമുണ്ടോ, നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മൾ ആരെയൊക്കെ കണ്ടിട്ടുണ്ടോ, ആരുടെയൊക്കെ മരണാനന്തര കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതെല്ലാം ചെയ്യണം. കാരണം അവർ ഗതി കിട്ടാതെ അലയുമ്പോൾ, അവരുടെ മനസ്സൊന്നു വേദനിച്ചാൽ ഭൂമിയിലിരിക്കുന്ന നമ്മളെ അത് എത്രമാത്രം ബാധിക്കുമെന്ന് പലർക്കും അറിയില്ല. അത് അവർ ശപിക്കുന്നതല്ല, അവർ മനസ്സുരുകി ചിന്തിച്ചു പോകുന്നതാണ്. കാരണം ആ സൂക്ഷ്മാത്മാവ് ഈ പ്രപഞ്ചത്തിലുണ്ട്. അവർക്ക് ശരിയായ രീതിയിലുള്ള ഗതി കിട്ടുന്നില്ല എങ്കിൽ ആ സൂക്ഷ്മാത്മാക്കൾ ഗതി കിട്ടുന്നത് വരെ ഈ സൂക്ഷ്മലോകത്തിങ്ങനെ വർത്തിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഗതി കിട്ടാത്തിടത്തോളം നമ്മുടെ ജീവിതവും ഗതി പിടിക്കുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന പല പ്രതിസന്ധികൾക്കും, കഷ്ടപ്പാടുകൾക്കും, രോഗങ്ങൾക്കും, ദുരിതങ്ങൾക്കും നമ്മൾ എവിടെയും കാരണം തേടി പോകേണ്ടതില്ല. നമ്മുടെ പൂർവീകർക്ക് വേണ്ടത് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇനി അവരൊക്കെ പുനർജനിച്ച് കാണില്ലേ, അപ്പോൾ എല്ലാ കാലത്തും നമ്മൾ അവർക്ക് വേണ്ടി പിണ്ടം വെക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കർമ്മം ചെയ്യേണ്ടതുണ്ടോ എന്നൊരു സംശയവും നമുക്ക് വരാം. അവിടെ അവർ പുനർജനിച്ചോ ഇല്ലയോ എന്നത് നമ്മൾ വിഷയമാക്കേണ്ടതില്ല. നമ്മുടെ കർത്തവ്യമാണ്. എനിക്ക് ഈ ഭൂമിയിൽ ഒരു ശരീരം ധരിക്കാൻ ഇടയാക്കിയ ആ പരമ്പര, ആ കണ്ണികളെ നമ്മൾ ഓർക്കുക, നന്ദിപൂർവം അവരെ ഓർക്കുക. അതിലൂടെ നമ്മളാണ് സ്വയം ഉയരുന്നത്. അതുകൊണ്ട് ഇത്തരം കർമ്മങ്ങളിലും നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഒരിക്കലും സമയക്കുറവിൻ്റെ പേരിൽ ഇത് ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചാൽ നമ്മുടെ ജീവിതം ഗതി പിടിക്കില്ല. യൂയം തദനുമോദധ്വം പിതൃദേവർഷയോ മലഃ കർത്തുശാസ്തുരനുജ്ഞാതുസ്തുല്യം യത് പ്രേത്യ തത്ഫലം. 27ാമത്തെ ശ്ലോകം. അസ്തി യജ്ഞപതിഃ നാമ യജ്ഞപതിർനാമ കേഷാംചിത് അർഹസത്തമാഃ
യേഷാം ചിദർഹസത്തമാഹ ഇഹ അമുത്ര ഇഹാമുത്ര ച ലക്ഷ്യന്തെ ജ്യോത്സ്നാവത്യഃ ക്വചിത് ഭുവഃ. അർഹസത്തമാഹ, പൂജ അർഹിക്കുന്ന അല്ലയോ ഉത്തമ ശ്രേഷ്ഠരായിട്ടുള്ളവരെ, കേഷാംചിത്, പലരുടെയും അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും അഭിപ്രായത്തിൽ, യജ്ഞപതിഹി നാമ, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും പതിയായിട്ട്, അപ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നത് കൃത്യമായി നിരീക്ഷിക്കുന്ന CCTV പോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും നമ്മുടെ ചിന്ത പോലും പിടിച്ചെടുക്കുന്ന ഈശ്വരശക്തി ഫലദാതാവായി ഒരാൾ അസ്തി, ഉണ്ട്. അപ്പോൾ ഇവിടെ ചിലരുടെ എങ്കിലും അഭിപ്രായത്തിൽ എന്ന് പറയാൻ കാരണം, വേനനെ പോലെയുള്ളവർ നിരീശ്വരവാദികൾ അത് അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇവിടെ പൃഥു മഹാരാജാവ് പറയുകയാണ്, ഇങ്ങനെ യജ്ഞദാതാവായിട്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലദാതാവായിട്ട് ഒരാൾ ഉണ്ട് എന്നതിന് ഈ ലോകത്തെ നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതാണ് ഇഹ, ഈ ലോകത്തിലും, അമുത്രച്ച, പരലോകത്തിലും, ജ്യോത്സ്നാവത്യഃ, നിലാവൊളി ചിതറുന്ന ഭുവഃ, ഭോഗഭൂമികൾ. അതായത് ചില ആളുകളുടെ ജീവിതം എപ്പോഴും നിലാവുദിച്ചതുപോലെ വളരെ സന്തുഷ്ടമായിട്ട് നീങ്ങുന്നു. പക്ഷേ അത് എല്ലാവർക്കും ലഭിക്കുന്നില്ല. ക്വചിത് ലക്ഷ്യത്തെ, കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു സുഖജീവിതം എന്ന് പറയാവുന്നത് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, ശരിക്കും ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നവർക്ക് പോലും ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. അതെന്തുകൊണ്ടാണ്? എന്നാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാം ഒരുപാട് കുറ്റകൃത്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്ത് ജീവിക്കുന്നു. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു തിരിച്ചടിയൊന്നും പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ ഇല്ല. അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. കുറ്റബോധത്താൽ അവർക്കൊരു നീറ്റലുണ്ടോ, അവർ നേരാവണ്ണം കിടന്നുറങ്ങുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അതൊന്നും നമുക്കറിയില്ല. എങ്കിലും പ്രത്യക്ഷത്തിൽ, അതായത് നല്ലതായി ജീവിക്കുന്നവർക്ക് പോലും നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു അസുഖം വരുന്നു, മാരകമായ അസുഖം വരുന്നു. അവർ അല്ലെങ്കിലേ ദാരിദ്ര്യത്തിലായിരിക്കും, അതിൻ്റെ കൂടെയാണ് ഈ അസുഖവും കൂടെ വരുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? എന്നാൽ ഈ ജന്മത്തിൽ തെറ്റ് ചെയ്യുന്നവർക്കും എന്തുകൊണ്ട് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഈ അസുഖങ്ങളോ അല്ലെങ്കിൽ വാഹനാപകടം എന്തെങ്കിലും, അതൊന്നും അവർക്ക് സംഭവിക്കുന്നില്ല? അവർ അപ്പോഴും ചിരിച്ച് കളിച്ച് ഈ ലോകത്ത് ജീവിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇതിന് പിറകിൽ എന്തോ ഒരു കാരണം ഉണ്ട്. ആ കാരണത്തെയാണ് നമ്മുടെ ഋഷിമാർ കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ പല ജന്മങ്ങളിലായി ചെയ്ത കർമ്മസഞ്ചയം, ആ സഞ്ചിയിൽ നിന്ന്, സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഏതാനും ജന്മങ്ങളിലെ നല്ലതും മോശവുമായിട്ടുള്ള കർമ്മങ്ങളെയാണ് എടുത്ത് പ്രാരബ്ധമായിട്ട് നിങ്ങൾക്ക് തരുന്നത്. നമുക്ക് തന്നെ അറിയില്ല ഇത് ഏത് ജന്മത്തിൽ ചെയ്തതാണ്. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇപ്പോഴത്തെ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇതിന് മാത്രം ഞാൻ പാപം ചെയ്തുവെന്നോ. ചെയ്തിട്ടുണ്ടാകും, കാരണം പ്രകൃതിക്ക് തെറ്റ് പറ്റില്ല. അപ്പോൾ ആ പാപം ചെയ്തപ്പോൾ നമ്മൾ ദുഷ്ടരായിരുന്നു, ഇന്ന് നമ്മൾ ഒരു പക്ഷേ പാപമായിരിക്കാം, ഇതൊന്നും സഹിക്കാനുള്ള ശക്തി ഇല്ലായിരിക്കാം. അത് തന്നെയായിരുന്നു ആ പ്രകൃതിയുടെ ലക്ഷ്യവും, കാലശക്തി. കാരണം ഓരോ പ്രശ്നങ്ങളും നമ്മൾ സഹിച്ച് മുന്നേറുമ്പോൾ ആ കർമ്മഫലം, നമ്മൾ ചെയ്ത ദുഷ്ടത്തരത്തിൻ്റെ ഫലം ഒടുങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് സഹിക്കാനുള്ള മനഃശക്തിയാണ് നമുക്ക് വേണ്ടത്. അതിന് ഈ ഒരു അറിവും കൂടെ വേണം. ഇതെല്ലാം ഞാൻ ചെയ്തു വെച്ചത് തന്നെയാണ്. ഞാൻ എന്നാൽ എൻ്റെ ഈ സൂക്ഷ്മ ശരീരം. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ്.
ഇനി ഈ ജന്മത്തിൽ ചെയ്യുന്നത് അവരേതെങ്കിലും ജന്മത്തിൽ അനുഭവിക്കും, പ്രത്യക്ഷത്തിൽ അത് കാണില്ല എന്ന് മാത്രം. ഇങ്ങനെ ഒരു അറിവ് ഉണ്ടായിട്ട് ഒപ്പം സഹിക്കാനുള്ള മനഃശക്തിയും കൂടെ നമുക്ക് ഉണ്ടാവണം. അസ്തി യജ്ഞപതിർനാമ കേഷാംചിദർഹസത്തമാഃ ഇഹാമുത്ര ച ലക്ഷ്യന്തെ ജ്യോത്സ്നാവത്യ ക്വചിദ് ഭുവ. ഇനി ചില മഹാഭാഗവതരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെല്ലാം വിശ്വസിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു ഫലദാതാവായിട്ട് ഈശ്വരൻ ഉണ്ട് എന്നാണ്. അവരാരൊക്കെയാണെന്ന് എടുത്തു പറയുന്നു 28, 29 ശ്ലോകങ്ങളിലായിട്ട്. 28-ാമത്തെ ശ്ലോകം, മനോഹോ ഉത്താനപാദസ്യ മനോരുത്താനപാദസ്യ ധ്രുവസ്യാപി മഹീപതേഃ പ്രിയവ്രതസ്യ രാജർഷേഃ അംഗസ്യ അസ്മത് പിതുഃ. രാജർഷേരംഗസ്യ അസ്മത് പിതുഃ പിതുഃ. 29, ഈദൃശാനാം അധ അന്യേഷാം അജസ്യ ഈദൃശാനാം അധ അന്യേഷാം അജസ്യ ച ഭവസ്യ ച പ്രഹ്ലാദസ്യ ബലേഃ ച അപി ബലേശ്ചാപി കൃത്യമസ്തി ഗദാഭൃത. മനോഹോ സ്വയംഭുവ മനുവിനും ഉത്താനപാദനും മഹീപതേഃ ധ്രുവസ്യ പിന്നീട് രാജാവായിരുന്ന ധ്രുവനും പ്രിയവ്രതനും അസ്മത് പിതുഃ എൻ്റെ പിതാവിൻ്റെ പിതാവായ അംഗസ്യ അംഗനെന്ന രാജർഷിക്കും അധ അതിനും പുറമേ ഈദൃശാനാം ഇങ്ങനെ വിശ്വസിക്കുന്ന അന്വേഷാം മറ്റുള്ളവർക്കും. അത് ആരൊക്കെയാണെന്ന് പ്രധാനമായി എടുത്തു പറയുന്നു. അജസ്യ ബ്രഹ്മാവിന്, ഭവസ്യ ശ്രീരുദ്രനും, പ്രഹ്ലാദനും, ബലേഹേച്ച അപി മഹാബലിക്കും, ഗദാഭൃത ഭഗവാൻ വാസുദേവനാൽ കൃത്യം അസ്തി അതായത് ഭഗവാനാണ് ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നു എന്നത് വെറും തോന്നലാണ് എന്ന വിശ്വാസം ഉള്ളവരായിരുന്നു ഇവരൊക്കെ എന്ന് അർത്ഥം. മനോരുത്താനപാദസ്യ ധ്രുവസ്യാപി മഹീപതേഃ പ്രിയവ്രതസ്യ രാജർഷേരംഗസ്യാസ്മത് പിതുഃ. ഈദൃശാനാമധാന്യേഷാമജസ്യ ച ഭവസ്യ ച പ്രഹ്ലാദസ്യ ബലേശ്ചാപി കൃത്യമസ്തി ഗദാഭൃത. 30-ാമത്തെ ശ്ലോകം, ദൗഹിത്രാദീൻ ഋതേ മൃത്യോഃ ശോച്യാൻ ധർമ്മവിമോഹിതാൻ വർഗ സ്വർഗ അപവർഗാണാം പ്രായേണ ഐകാത്മ്യഹേതുന. മൃത്യോഃ ദൗഹിത്രൻ മൃത്യുദേവതയുടെ മകളുടെ മകൻ, അതായത് വേനൻ. ദൗഹിത്രാദീൻ വേനനെ പോലെ ചിന്തിക്കുന്ന ആളുകൾ, അവർ ധർമ്മവിമോഹിതാഹ അവർ ധർമ്മ വിഷയത്തിൽ മൂഢന്മാരാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഈശ്വരനില്ല, എല്ലാം ഞങ്ങളാണ്, അല്ലെങ്കിൽ അവനവനാണ് ഇതെല്ലാം നിശ്ചയിക്കുന്നത് എന്ന് പറയുന്നത്. അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ധർമ്മത്തെക്കുറിച്ച്, ധർമ്മ വിഷയത്തിൽ വിമൂഢന്മാരായ ഈ വേനൻ തുടങ്ങിയവർ, അവരെ വിളിക്കുന്നു ശോച്യാൻ. അവരൊക്കെ ശോചനീയന്മാരാണ്. കാരണം അവർ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ ചിന്ത മുഴുവൻ ഈശ്വരൻ ഇല്ല എന്നതിലേക്ക് അവരാക്കി തീർക്കുകയാണ്. അപ്പോൾ ഇവരെ ഋതേ ഒഴിച്ച് ബാക്കി എല്ലാവരും, ഒരുവിധം പേരും വിശ്വസിക്കുന്നത് ഈശ്വരനുണ്ട് എന്നാണ്. അതിന് പ്രത്യേകമായ കാരണം പറയുന്നത് വർഗം, അതായത് ധർമ്മ അർത്ഥ കാമം. ഇങ്ങനെ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഇതിനെയെല്ലാം കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ധർമ്മത്തിനും
ധർമ്മ കർമാദികൾക്കൊക്കെ അതിൻ്റെ ഫലമായിട്ട് സ്വർഗാദികൾ, അതാണ് വർഗ സ്വർഗം. ഇനി അപവർഗം. ഇവിടെ കാമനകളോടുകൂടിയാണെങ്കിൽ പോലും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് സ്വർഗത്തിലെത്തുന്നത്. ഇനി ഒന്നും ആഗ്രഹിക്കാതെ നിഷ്കാമമായിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്ത് എല്ലാം ഭഗവാനിൽ അർപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് അപവർഗമാണ്, അതായത് മോക്ഷമാണ്. അപ്പോൾ ഇങ്ങനെ ധർമാർത്ഥ കാമങ്ങൾ, ഇതിൻ്റെയൊക്കെ ഫലമായി കിട്ടുന്ന സ്വർഗീയ സുഖം, മോക്ഷം, ഇവയ്ക്കെല്ലാം ഒരു ബന്ധം വേണം പരസ്പരം. അപ്പോൾ പ്രായേണ ഐകാത്മ്യഹേതുന, ഒരു ബന്ധം വേണം എന്നതിനാൽ ഇത് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് തന്നെ അത് കൊടുക്കണം. ഒരു തരത്തിലും അവിടെ തെറ്റാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ ഒരു ഈശ്വരന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് ഹേതുവായിട്ട്, അതാണ് ഐകാത്മ ഹേതുന, കർമ്മഫലദാതാവായിട്ട് ഒരു ഈശ്വരൻ ഉണ്ടാകെ തന്നെ വേണം എന്ന് തന്നെയാണ് ഈ വേനൻ തുടങ്ങിയ ഏതാനും ചിലർ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ വിശ്വസിക്കുന്നത്. ദൗഹിത്രാദിർതേ മൃത്യോശോച്യാൻ ധർമ്മവിമോഹിതാൻ വർഗസ്വർഗാപവർഗാണാം പ്രായേണൈകാത്മ്യഹേതുനാ. ഇനിയുള്ള 3 ശ്ലോകങ്ങളെ കൊണ്ട് ഇങ്ങനെ നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും ദ്രഷ്ടാവായിരിക്കുന്ന ആ ഈശ്വരനെ, ഭഗവാനെ ഭജിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ്. യത് പാദ സേവ അഭിരുചിഹി തപസ്വിനാം, യത് പാദ സേവാഭിരുചിസ്തപസ്വിനാം അശേഷ ജന്മ ഉപചിതം, അശേഷ ജന്മോപചിതം മലം ധിയഃ സദ്യഃ ക്ഷിണോതി അന്വഹം ഏധതി, ക്ഷിണോത്യന്വഹമേധതി സതി യഥാ പദാങ്കുഷ്ഠ വിനിസൃത സരിത്. യത് പാദസേവ അഭിരുചി, യാതൊരു ഭഗവാന്റെ തൃപാദ സേവ അത് ചെയ്യുവാനുള്ള ആ അഭിരുചി, ആഗ്രഹം, അന്വഹം ദിവസം തോറും ഏധതി വളർന്നു വന്ന് അത് പിന്നീട് പൂർണ്ണ സത്വഗുണമായിട്ട്, സതി എന്നതുകൊണ്ട് ഇവിടെ ശുദ്ധ സത്വമയമായി ഭവിച്ച് മനസ്സ് പൂർണ്ണമായും സത്വഗുണ സമ്പന്നമാകുന്നു. അങ്ങനെ ഭവിക്കുന്ന സമയത്ത് തപസ്വിനാം, ഈ സംസാരത്തിൽ തപിക്കുന്നവരുടെ അശേഷ ജന്മോപചിതം, പല പല ജന്മങ്ങളാൽ കുന്നുകൂടിയിരിക്കുന്ന ധിയഃ മലം, മനോമാലിന്യത്തെ പദാങ്കുഷ്ഠവിനിസൃത, ഏതുപോലെ എന്ന് പറയുന്നു, ആ ഭഗവാന്റെ പദാങ്കുഷ്ഠം, കാൽ പെരുവിരൽ തുമ്പിൽ നിന്ന് വിനിസൃത ഉദ്ഭവിച്ച സരിത്ത്, നദിയായ ഗംഗ ഏതുപോലെയാണോ എല്ലാ മാലിന്യങ്ങളെയും ഇല്ലാതാക്കുന്നത്, സദ്യഃ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഭഗവത് പാദാരവിന്ദങ്ങളിലുള്ള സേവനത്തിനുള്ള ഇച്ഛ വർദ്ധിക്കും തോറും നമ്മുടെ ഉള്ളിലെ മനോമാലിന്യം ഗംഗ ഏതുപോലെയാണോ മനുഷ്യരുടെ പാപത്തെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്നത്, അതുപോലെ ക്ഷിണോതി ഇല്ലാതാക്കുന്നു. 32ാമത്തെ ശ്ലോകം. വിനിർധുത അശേഷ മനോമലഃ, വിനിർധുതാശേഷ മനോമല പുമാൻ അസംഗ വിജ്ഞാന വിശേഷ വീര്യവാൻ, പുമാൻ അസംഗ വിജ്ഞാന വിശേഷ വീര്യവാൻ യത് അംഘ്രിമൂലേ, യദംഘ്രിമൂലേ കൃതകേതനഃ പുനഃ ന സംസൃതിം ക്ലേശവഹാം പ്രപദ്യത്തെ. യദംഘ്രിമൂലേ, യാതൊരു ഭഗവാന്റെ തൃപ്പാദ സന്നിധാനത്തിൽ കൃതകേതനഃ, ആശ്രയം ഉറപ്പിച്ച്, ഭഗവാൻ മാത്രമാണ് എനിക്ക് ഏക ആശ്രയം എന്ന് ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ആളിൻ്റെ മനോമലഃ, സർവ മനോമാലിന്യങ്ങളും വിനിർധൂതം, അശേഷ മനോമലഃ, എല്ലാ മനോമാലിന്യങ്ങളും വിനിർധുതം നിശേഷം നിരാകരിക്കപ്പെടുന്നു. ഇതിൻ്റെ ഫലമായിട്ട്, ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് അസംഗം,
അസംഗചിത്തനാകുന്നു, വിരക്തി വരുന്നു. അങ്ങനെ വിരക്തിയിലൂടെ വിജ്ഞാനം, സിദ്ധമാകുന്ന ആത്മജ്ഞാനം, അതിൻ്റെ അനുഭൂതിയാൽ വിശേഷവീര്യവാൻ, എല്ലായ്പ്പോഴും ഒരു ആനന്ദത്തിൽ ഇരിക്കുന്ന ആ അനുഭൂതിയാകുന്ന വീര്യത്തോടു കൂടിയവനുമായി ഭവിക്കുന്ന പുമാൻ. ഏതൊരു പുരുഷനുണ്ടോ അവൻ പിന്നെ ക്ലേശവഹാം, ദുഃഖാവഹമായ ഈ സംസ്കൃതിം, സംസാരത്തെ പുനഃ ന പ്രപദ്യത്തെ, പിന്നെ പ്രാപിക്കുന്നില്ല. അപ്പോൾ ഭഗവാനെ ഭജിക്കുന്നതിൻ്റെ ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും നിഷ്കാമമായിട്ട് അന്നന്നത്തേക്കുള്ള അല്ലെങ്കിൽ ആ ജീവിതത്തേക്കുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി ഭഗവാനെ ഭജിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്. ശരിക്കും ഭഗവാനെ സേവിക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ അങ്ങനെ സേവിക്കുന്ന സമയത്ത് നിരന്തരമായ സേവയിലൂടെ മനസ്സിലെ മാലിന്യങ്ങൾ അശേഷമായിട്ട് നീങ്ങുന്നു. അപ്പോഴാണ് ഭഗവത് തത്വം ഉള്ളിൽ ഉദിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള സത്സംഗത്തിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ വിരക്തി വരുന്നു. ആ വിരക്തിയിലൂടെ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്ന ആത്മജ്ഞാനത്തിൻ്റെ അനുഭൂതിയാൽ വീര്യവാനാകുന്ന ആ പുരുഷൻ പിന്നെ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. 33-ാമത്തെ ശ്ലോകം. തമേവ യൂയം ഭജത ആത്മവൃത്തിഭിഃ മനോവചഃ. ഭജത ആത്മവൃത്തിഭിർമനോവചഃ കായഗുണൈഃ സ്വകർമ്മഭിഃ അമായിനഃ കാമദുഃഖ അംഘ്രിപങ്കജം. കാമദുഃഖാംഘ്രിപങ്കജം യഥ അധികാര അവസിതാർത്ഥ സിദ്ധയഃ. യഥാധികാര അവസിതാർത്ഥ സിദ്ധയഃ. ഇങ്ങനെയൊക്കെ പറയപ്പെട്ട ആ ഭഗവാനെ, യാതൊരു ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ഭജിക്കുമ്പോൾ ഉള്ളിലെ മനോമാലിന്യം ഗംഗ എങ്ങനെയാണോ പാപികളുടെ പാപങ്ങളെ തീർക്കുന്നത് അതുപോലെ നശിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ഭഗവാൻ കാമദുഃഖ അംഘ്രിപങ്കജം, വേണ്ടതെല്ലാം അറിഞ്ഞരുളുന്ന ആ പാദപങ്കജമാണ് ഭഗവാന്റേത്. അങ്ങനെയുള്ള തം ഏവ, ആ സർവേശ്വരനെ തന്നെ, യൂയം നിങ്ങളെല്ലാവരും, അമായിനഹ, അവിടെ പ്രത്യേകമായി പറയുന്നു, കപടഭക്തരല്ലാതെ, എന്തെങ്കിലും കാര്യസാധ്യത്തിനല്ലാതെ നിഷ്കപടമായിട്ട് ഭഗവാനോട് ഇഷ്ടം കൊണ്ട് പ്രേമം കൊണ്ട് ഭജിക്കുക. അങ്ങനെ ഭജിക്കുമ്പോൾ ഓരോരുത്തരുടെയും ഭജനത്തിന് അനുസരിച്ച്, അതാണ് യഥാ അധികാര അവസിതം അർത്ഥം, ഓരോരുത്തരുടെ ഭക്തിയുടെ ആ അധികാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ അർഹതയ്ക്കനുസരിച്ചാണ് അവർക്ക് ഓരോന്ന് ലഭിക്കുന്നത്. അങ്ങനെ അധികാരമനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട സിദ്ധയഃ, ഓരോരോ സിദ്ധികൾ, അത് പല രീതിയിലായിരിക്കും ഭഗവാൻ കൊടുക്കുന്നത്. നമ്മുടെ ഭക്തിയുടെ തോത്, അതിൻ്റെ ആ വർധന പറയുന്നയാൾ ഭഗവാൻ മാത്രമാണ്. നമ്മൾ പോലുമല്ല അത് പറയേണ്ടത്. ഞാൻ വലിയ ഭക്തയാണ് എന്ന് നമ്മൾ ഒരിക്കലും നമ്മെ വിലയിരുത്താൻ പാടില്ല. അത് ഭഗവാന്റെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയില്ല നമുക്ക് എത്രമാത്രം ഉയർച്ച ഉണ്ടായി എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ അർഹതയ്ക്കനുസരിച്ച് ഭഗവാൻ നിശ്ചയിക്കും എന്തൊക്കെ തരണം. അതായത് ഭഗവത് ഭക്തിയിലുള്ള വർധനവ്. അങ്ങനെ ആത്മവൃത്തിഭിഹി, അവനവന് വിഹിതമായ സ്വകർമ്മഭിഹി, ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവത് അർപ്പണമായി ചെയ്യുമ്പോൾ അതും പൂജയായി തീരുന്നു. ഇതിൻ്റെ കൂടെ മനോവച കായഗുണൈഹി, മനസ്സ്, വാക്ക്, ശരീരം ഇവയാൽ ചെയ്യപ്പെടുന്ന എല്ലാം ഭഗവത് അർപ്പണമായാൽ അതിൻ്റെ കൂടെ ധ്യാനം, സ്തുതി, പൂജാനുഷ്ഠാനങ്ങൾ, ഇതൊക്കെയാണ് മനോവച കായഗുണൈഹി എന്ന രീതിയിൽ പറയുന്നത്. ഒപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും. ഇങ്ങനെയൊക്കെ നിങ്ങൾ എല്ലാവരും ആ ഭഗവാനെ ഭജത, ഭജിക്കുവിൻ. യത്പാദസേവാഭിരുചിത്തപസ്വിനാമശേഷജന്മോപജിതം മലം ധിയ സദ്യക്ഷിണോദ്യന്വഹമേധതി സതേ യഥാ പദാംഗുഷ്ഠവിനിസൃതാ സരേത്.
विनिर्धुदाशेषमनोमलपुमानसङ्ग विज्ञानविशेषवीर्यवान् यदङ्घ्रिमूले कृतकेतनः पुनः न संसृतिं क्लेशवहां प्रपद्यते तमेव यूयं भजदात्मवृत्तिभिः मनोवचः कायगुणैः स्वकर्मभिः अमायिनः कामदुःखाङ्घ्रिपङ्कजं यथाधिकारावसितार्थसिद्धय। हरे राम हरे राम राम हरे कृष्ण 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 हरे राम राम हरे कृष्ण 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 हरे राम हरे कृष्ण हरे राम हरे कृष्ण कृष्ण